ഹലോ, നമസ്കാരം. അക്കൗണ്ടൻസിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായിട്ട് റിട്ടയർമെൻറ്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഡിസ്കഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിലായിട്ട് റിട്ടയർമെൻറ്റും ഡെത്തുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, അതിലാദ്യം നമ്മൾ ന്യൂ റേഷ്യോയുടെ കാൽക്കുലേഷനും ഗെയിൻ റേഷ്യോയുടെ കാൽക്കുലേഷനുമാണ് ആദ്യത്തിൽ പഠിച്ചിരുന്നത്. അതിനുശേഷം ഒടുവിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഏറ്റവും അവസാനം ചെയ്ത വീഡിയോയിലാണ് ഒടുവിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മളെ സംബന്ധിച്ച് ഈ ചാപ്റ്ററിൻ്റെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട റിവാലുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന അഡ്മിഷനിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള അതേ ഭാഗം, റിട്ടയർമെൻറ്റും ഡെത്തുമായി ബന്ധപ്പെട്ട റിവാലുവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് തന്നെ ഫൈനൽ ക്വസ്റ്റ്യനുകൾ ചെയ്യാനുണ്ട്. അത് ഏതായാലും അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് മാറ്റിവെക്കുകയാണ്. കാരണം അതുകൂടി, ആ ഫൈനൽ ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈ ചാപ്റ്റർ പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തു തന്നെയായാലും ഈ പാഠഭാഗത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിക്കാറുള്ള ചില കാൽക്കുലേഷനുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ട ചില കാൽക്കുലേഷനുകൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തിൽ നിങ്ങൾ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെ കാണാനും മനസ്സിലാക്കാനും ശ്രമിക്കണമെന്ന് നിങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതിന് 1-2 കാൽക്കുലേഷനുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിലാദ്യമായിട്ട് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് അപ് ടു റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത്. റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ ഡെത്ത് വരെയുള്ള പ്രോഫിറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. പരീക്ഷയ്ക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു ഹെഡിങ് ഒന്നും തന്നുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കില്ലല്ലോ. പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഒരു പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പകുതിയിലധികം പേജിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് എഴുതാനുള്ള ആൻസർ വളരെ ചെറിയ 2-3 ലൈനിൽ അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ ആൻസർ കൃത്യമായിട്ട് എഴുതണമെങ്കിൽ ആ ക്വസ്റ്റ്യനിലെ പറയുന്ന കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാമല്ലോ. 1-2 എക്സാമ്പിളുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ഒന്ന്, XY and Z are partners sharing profits in the ratio of 3:2:1. X-ഉം Yയും Zഉം 3:2:1 എന്ന അനുപാതത്തിലാണ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. The partnership deed provides that if a partner retire from the firm during the course of accounting year, ഒരു വർഷത്തിൻ്റെ ഇടയിൽ, ഒരു അക്കാദമിക് ഇയർ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒരു പാർട്ട്ണർ റിട്ടയർ ചെയ്യുകയാണെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡ് അനുവദിക്കുന്നുണ്ട്. His share of profit from the date of last balance sheet to the date of retirement should be calculated on the basis of average profit of the last 3 completed years. പാർട്ണർഷിപ്പ് ഡീഡിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പാർട്ട്ണർ ഒരു സാമ്പത്തിക വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും റിട്ടയർ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കഴിഞ്ഞു പോയിട്ടുള്ള 3 വർഷത്തെ ശരാശരിയുടെ പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വേണം കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ പാരാഗ്രാഫിൽ പറയുന്നത്, ഓൺ 1 April 2018, 2018 ഏപ്രിൽ 1-ാം തീയതി വൈ റിട്ടയർ ഫ്രം ദി ഫേം, ഈ സ്ഥാപനത്തിൽ നിന്നും ഒരു പാർട്ട്ണറായിട്ടുള്ള വൈ റിട്ടയർ ചെയ്തു. ദി പ്രോഫിറ്റ് ഓഫ് ദി ഫേം, ടൈപ്പ് മിസ്റ്റേക്കാണ്, 2 തവണ അത് ടൈപ്പ് ചെയ്തതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. The profit of the firm during the year 2015, 2018 റിട്ടയർ ചെയ്തത്. 2015, 16, 17 ഇങ്ങനെ 3 വർഷത്തെ ലാഭം യഥാക്രമം തന്നിട്ടുള്ളത് 12,500, 8,500, 6,000 ഇങ്ങനെ യഥാക്രമം 3 വർഷത്തെ ലാഭവും തന്നിട്ടുണ്ട്. ജേണൽ എൻട്രി ടു റെക്കോർഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് ദി റിട്ടയറിംഗ് പാർട്ട്ണർ ഫോർ ദി ഇയർ 2018, 2018 പാർട്ട്ണറുടെ റിട്ടയർമെൻറ്റ് വരെയുള്ള പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ്ഡ് 31 December എവരി ഇയർ. എല്ലാ വർഷവും അക്കൗണ്ട് ഇവർ അവസാനിപ്പിക്കുന്നത് ഡിസംബർ മാസത്തിലാണ്. നിങ്ങളോട്
റിട്ടയർ ചെയ്ത വൈയുടെ പ്രോഫിറ്റ് റിട്ടയർമെൻറ്റ് വരെയുള്ളത് കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നാണ് റിട്ടയർ ചെയ്തതെന്ന് അത് നോക്കി മനസ്സിലാക്കുക. 2018 ഏപ്രിൽ 1 റിട്ടയർ ചെയ്തത്. എല്ലാ വർഷവും സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് ഡിസംബർ 31 അങ്ങനെയാണെങ്കിൽ ഇതിനു മുൻപ് എന്നായിരിക്കും സാമ്പത്തിക വർഷം അവസാനിപ്പിച്ച് ലാഭം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടാവുക? 2017 ഡിസംബർ 31 അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അന്ന് ലാഭമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തു എല്ലാ പാർട്ട്നേഴ്സിനും കൊടുക്കുന്ന പോലെ വൈക്കും കൊടുത്തു കാണും. അതിനുശേഷം റിട്ടയർ ചെയ്യുന്ന ഡേറ്റിലേക്ക് അദ്ദേഹം എത്ര മാസമാണ് ആ ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ളത്? 2017 ഡിസംബർ 31 ലാസ്റ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 1 റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസമാണ് ഇദ്ദേഹം ആ ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ 3 മാസത്തേക്കുള്ള ലാഭമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെ കണ്ടുപിടിക്കണം? അത് ഫസ്റ്റ് പാരാഗ്രാഫിൽ പ്രതിപാദിച്ചുവല്ലോ. കഴിഞ്ഞു പോയ ലാസ്റ്റ് 3 വർഷത്തെ പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കണം, ശരാശരിയുടെ അടിസ്ഥാനം. അപ്പോൾ നമ്മൾ ആദ്യം 3 വർഷത്തെ ശരാശരി പ്രോഫിറ്റ് കണ്ടുപിടിക്കാണ്. നമ്മുടെ ഉദ്ദേശം വൈയുടെ പ്രോഫിറ്റ് കാണലാണല്ലോ. അപ്പോൾ ഹെഡിങ് കൊടുത്തു കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓഫ് വൈയുടെ പ്രോഫിറ്റാണ് കാണുന്നത്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കാണാൻ നിങ്ങൾക്കറിയാം. ടോട്ടൽ പ്രോഫിറ്റ് ബൈ നമ്പർ ഓഫ് ഇയർ ആണ്. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് 3 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. 12,500, 8,500, 6,000. 12,500, 8,500, 6,000 ബൈ 3 വർഷത്തതാണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 3. ടോട്ടൽ ചെയ്യുമ്പോൾ 27,000 ഡിവൈഡഡ് ബൈ 3 ഡിവൈഡ് ചെയ്യുമ്പോൾ 9,000. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കിട്ടി 9,000. ഇനി നമ്മൾ അപ്പോൾ ഇത് ശരാശരി ഒരു വർഷം ഉണ്ടാകുന്ന ലാഭമാണ് 9,000. എങ്ങനെയാണെങ്കിൽ 3 മാസത്തെ വൈയുടെ ലാഭം എത്ര ഉണ്ട് നോക്കണം. പ്രോഫിറ്റ് അപ് ടു റിട്ടയർമെൻറ്റ് വരെയുള്ള പ്രോഫിറ്റാണ് കാണുന്നത്. ശരാശരി ലാഭം 9,000 ഇൻറ്റു വൈയുടെ ഷെയർ. ഇതിൽ നോക്കുക, ഓൾഡ് റേഷ്യോയിൽ വൈയുടെ ഷെയർ 2/6 ആണല്ലോ. അപ്പോൾ 9,000 ഇൻറ്റു നമ്മൾ എത്ര മാസം. അപ്പോൾ 9,000 എന്ന് പറയുമ്പോൾ ഒരു വർഷത്തേക്കുള്ളതാണ്. നമ്മൾ എത്ര മാസത്തേക്കാണ് കാണേണ്ടത്? 3 മാസമാണല്ലോ. അപ്പോൾ ഇൻറ്റു 3/12 ഇൻറ്റു വൈയുടെ ഷെയർ 3/12 ചെയ്താൽ 3 മാസത്തേക്കുള്ള ടോട്ടൽ ലാഭം കിട്ടും. നമുക്ക് കാണേണ്ടത് വൈയുടെ ലാഭമല്ലേ. അപ്പോൾ ഇൻറ്റു വൈയുടെ ഷെയർ 2/6. അപ്പോൾ ലാഭം കണ്ടുപിടിച്ചു 9,000 ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 3 മാസത്തേക്കാണ്. അപ്പോൾ ഇൻറ്റു 3/12 ഇൻറ്റു വൈയുടെ ഷെയർ 2/6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 750 കിട്ടി. അപ്പോൾ പ്രോഫിറ്റ് നമ്മൾ 750 കിട്ടി. നമ്മളോട് പറയുന്നത് റൈറ്റ് ജേണൽ എൻട്രി ടു റെക്കോർഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എൻട്രി ചെയ്താനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഇവിടെ ഇപ്പോൾ പ്രോഫിറ്റ് കണ്ടുപിടിച്ചത് ഏപ്രിൽ 1 വർഷം അവസാനിക്കൽ ഇനി 2018 സാമ്പത്തിക വർഷം ഇവർ അവസാനിപ്പിക്കൽ 2018 ഡിസംബർ 31. അപ്പോൾ അന്നായിരിക്കും സാമ്പത്തിക വർഷം അവസാനിപ്പിച്ചുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റും എല്ലാം തയ്യാറാക്കുന്നത്. പക്ഷേ 2018 ഏപ്രിൽ ആയപ്പോൾ ലാഭമുണ്ടോ നഷ്ടമാണോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വർഷം അവസാനമാണ് അതൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ലാഭം ഉണ്ടാകും എന്ന് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാഭം 750 രൂപ വൈക്ക് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ തയ്യാറാക്കാത്ത ലാഭം അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാത്ത ലാഭമാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ അത് കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന സെപ്പറേറ്റ് അക്കൗണ്ട് ഉണ്ട്. വർഷത്തിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ലാഭം കണ്ടുപിടിച്ചു അത് കൊടുക്കേണ്ടി വന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ തയ്യാറാക്കുന്ന അക്കൗണ്ടിനെ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ടിൽ 750 രൂപ എടുത്തു കൊടുക്കുന്നത് ലാഭം ഉണ്ടാകുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ്. സസ്പെൻസ് എന്നുള്ള വാക്കിന് മീനിങ് എന്താണ്? അപ്രതീക്ഷിത അല്ലേ, ലാഭം പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് അക്കൗണ്ട് ലെറ്റർ 2 ആർക്ക് കൊടുക്കുന്നത്? വൈക്കാണല്ലോ കൊടുക്കുന്നത്. വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് 750 ഡെബിറ്റിലും ക്രെഡിറ്റിലും എഴുതി. നരേഷൻ ബീങ് വൈസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ബ്രോട്ട് ഇൻ ടു അക്കൗണ്ട്. വൈയുടെ ലാഭം അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു ഇവിടെ? ഒന്ന് തന്ന ഡീറ്റെയിൽസ് ഉപയോഗിച്ചിട്ട് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. അത് ഉപയോഗിച്ചിട്ട് വൈയുടെ പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് എൻട്രി പാസ് ചെയ്തു. പ്രോഫിറ്റ് ആൻഡ് സസ്പെൻസ് അക്കൗണ്ട് ലെറ്റർ 2 വൈസ് ക്യാപിറ്റൽ 750 കണ്ടുപിടിച്ച എമൗണ്ട് എഴുതി. നരേഷൻ വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ വൈസ്
ഷെയർ ഓഫ് പ്രോഫിറ്റ് ബ്രോട്ട് ഇൻ ടു അക്കൗണ്ട്, വൈയുടെ പ്രോഫിറ്റ് അക്കൗണ്ടിൽ കാണിച്ചു. അപ്പോൾ കണ്ടുവല്ലോ, ഞാൻ തുടക്കം നിങ്ങളോട് പറഞ്ഞു ക്വസ്റ്റ്യൻ ഒരുപാട് ഉണ്ടാകും, പക്ഷേ ആൻസറുകൾ 1-2 ലൈനിൽ നമുക്ക് എഴുതിക്കൊണ്ട് അവസാനിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ സാധിക്കണമെങ്കിൽ നിങ്ങൾ കൃത്യമായ ഒരു അവബോധം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വായിച്ച് എങ്ങനെയാണ് ഇത് ആൻസർ ചെയ്തതെന്ന് ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി മറ്റൊരു എക്സാമ്പിളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതേപോലെ സമാനമായിട്ടുള്ള മറ്റൊരു എക്സാമ്പിൾ കാണാം. XY ആൻഡ് Z ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് 2:1:1, 2:1:1 എന്ന അനുപാതത്തിലാണ് XYZ പ്രോഫിറ്റ് ഷെയർ ചെയ്യുക. ഓൾഡ് റേഷ്യോ ആണ്, താഴെ എഴുതി ഓൾഡ് റേഷ്യോ 2:1:1 വിത്ത് ക്യാപിറ്റൽ ഓഫ് 15,000, 9,500, 10,000 റെസ്പെക്റ്റീവ്ലി. 3 പേരുടെയും യഥാക്രമം ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഓൺ 31 ഡിസംബർ 2018, 2018 ഡിസംബർ 31 വൈ റിട്ടയർ ചെയ്തു. ഫോർ ദി പർപ്പസ് ഓഫ് ഹീസ് റിട്ടയർമെൻറ്റ്, ഈ സമയത്ത് റിട്ടയർ ചെയ്ത സമയത്ത് ഗുഡ്വിൽ ഓഫ് ദി ഫേം ഹാസ് ബീൻ വാല്യൂഡ് അറ്റ് ₹12,000. ആ സമയത്ത് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 12,000 എന്ന് കിട്ടി. പാസ് നെസറി ജേണൽ എൻട്രീസ് അസ്യൂമിങ് ദാറ്റ് വൈ ഹാസ് ബീൻ പെയ്ഡ് ആൻഡ് ഷോ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്. നിങ്ങളോട് പറയുന്നത് നെസറി എൻട്രി എഴുതുക, അസ്യൂമിങ് ദാറ്റ് സങ്കല്പിച്ചുകൊണ്ട്, വൈ ഹാസ് ബീൻ പെയ്ഡ് ആൻഡ് ഷോ ദി ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് വൈക്ക്. അപ്പോൾ തന്നെ വൈ ഹാസ് ബീൻ പെയ്ഡ്, വൈക്ക് അപ്പോൾ തന്നെ കൊടുക്കാൻ. വൈ റിട്ടയർ ചെയ്ത ആളാണല്ലോ. അപ്പോൾ വൈ റിട്ടയർ ചെയ്ത് അവിടെ നിന്ന് പോകുന്ന സമയത്ത് വൈക്ക് എന്താണ് കൊടുക്കേണ്ടത് അപ്പോൾ തന്നെ കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഷോ ദി ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്, എന്നിട്ട് എല്ലാ പാർട്ട്ണർമാരുടെ അക്കൗണ്ട് തയ്യാറാക്കാൻ വേണ്ടി അതും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാം. ഓൾഡ് റേഷ്യോ 2:1:1 ആണ്. തൊട്ട് താഴെ നമുക്ക് പറയാം, അങ്ങനെയാണെങ്കിൽ വൈ ആണ് റിട്ടയർ ചെയ്ത്, വൈയുടെ ഷെയർ 1 ആണ്. 1 പോയി കഴിഞ്ഞാൽ ന്യൂ റേഷ്യോ 2:1, ന്യൂ റേഷ്യോ 2:1 ആണ്. ഇവിടെ പിന്നെ തന്നിട്ടുള്ളത് ഗുഡ്വിൽ തന്നിട്ടുണ്ട്. ടോട്ടൽ ഗുഡ്വിൽ ഓഫ് ദി ഫേം 12,000 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ വൈയുടെ ഷെയർ ഓഫ് ഗുഡ്വിൽ എത്രയാണെന്ന്. റിട്ടയർ ചെയ്യുമ്പോൾ റിട്ടയർമെൻറ്റുമായി ബന്ധപ്പെട്ട് ഗുഡ്വിലിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഗുഡ്വിൽ തന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആ ഗുഡ്വിൽ വൈക്ക് ഷെയർ ഉണ്ടാവും. വൈയുടെ ഗുഡ്വിൽ എത്രയെന്നാണ് ചെക്ക് ചെയ്യുന്നത്. 12,000 ഇൻറ്റു വൈയുടെ ഷെയർ 1/4 ആണ്. 1/4 സമം 3,000 എന്ന് കിട്ടിയപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്. ഓൾഡ് റേഷ്യോ ഉണ്ട്, അത് ഉപയോഗിച്ച് നമ്മൾ ന്യൂ റേഷ്യോ എത്രയാണെന്ന് പറഞ്ഞു. ഗുഡ്വിൽ തന്നിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ട് വൈയുടെ ഗുഡ്വിൽ കണ്ടുപിടിച്ചു. ഇവിടെ ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ അവൈലബിൾ ആണെങ്കിൽ നമ്മളത് ഉപയോഗിച്ചിട്ട് എന്ത് കാണും, ഗെയിൻ റേഷ്യോ കണ്ടുപിടിക്കുമെന്നുള്ളതാണ്. ഗെയിൻ റേഷ്യോ ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ഇവിടെ ആദ്യം എക്സിൻ്റെ ഗെയിനിങ്, വൈ ആണല്ലോ റിട്ടയർ ചെയ്യുന്നത്. എക്സ് ഗെയിനിങ് സമം എക്സിൻ്റെ ന്യൂ റേഷ്യോ 2/3 മൈനസ് 2/4, 2/3 മൈനസ് 2/4. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 2 × 4, 3 × 2, 3 × 4, 2 × 4 8, 2 × 3 6, 3 × 4 12. ഡിവൈഡ് ചെയ്യുമ്പോൾ 8 6 പോയി കഴിഞ്ഞാൽ 2, താഴെ 12. അപ്പോൾ 2/12 എന്ന് എക്സിൻ്റെ ഗെയിനിങ് കിട്ടി. താഴെ സെഡ് അല്ലേ, വൈ പോയല്ലോ. സെഡ് ഗെയിനിങ് സമം 1/3 മൈനസ് 1/4. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 1 × 4, 1 × 3, 3 × 4, 1 × 4 4, 1 × 3 3, 3 × 4 12. 4 ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 12. 12 12 ഡിവൈഡ് ചെയ്ത് പോയി, ബാക്കി 2:1. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ന്യൂ റേഷ്യോ ക്വസ്റ്റ്യനിൽ തരാത്തതാണ്. അതിനെക്കുറിച്ച് പ്രത്യേകം ഒന്നും എടുത്ത് പറയുന്നില്ലല്ലോ. നമ്മൾ ഓൾഡ് റേഷ്യോ വെച്ചിട്ട് ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചതാണ്. ആ 2 റേഷ്യോ ഉപയോഗിച്ചിട്ട് നമ്മൾ ഗെയിൻ റേഷ്യോ കിട്ടി, 2:1 എന്ന് കിട്ടി. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കിയത്, ഇവിടെ പറയുന്ന ഓൾഡ് റേഷ്യോയിലെ വൈയുടെ സ്ഥാനം മാറ്റിക്കൊണ്ടാണല്ലോ നമ്മൾ ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചത്. ആ ആൻസർ തന്നെയാണ് നമുക്ക് ഗെയിൻ റേഷ്യോ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിപ്പോൾ നിങ്ങളെ ക്ലിയർ ആക്കി കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ പഠിച്ചതാണ്
ഒരു ക്വസ്റ്റ്യനിൽ ഓൾഡ് റേഷ്യോ ന്യൂ റേഷ്യോ ഒരുമിച്ച് തരുന്ന സമയത്ത് മാത്രം ഗെയിൻ റേഷ്യോ കണ്ടാൽ മതി. ഇവിടെ ന്യൂ റേഷ്യോ തന്നിട്ടില്ലായിരുന്നു. നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ഏകദേശം വൈയുടെ ഷെയർ മാറ്റിക്കൊണ്ട് ന്യൂ റേഷ്യോ കണ്ടെത്തിയതാണ്. അങ്ങനെ ചെയ്താലും ഇപ്പോൾ കിട്ടുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായുമല്ലോ. ഓൾഡ് റേഷ്യോ ഗെയിൻ റേഷ്യോക്ക് തുല്യമായിരിക്കും. ഓൾഡ് റേഷ്യോയിൽ വൈയുടെ ഷെയർ ആണ്ട് മാറ്റി നിർത്തുക, എന്നിട്ട് നോക്കുമ്പോൾ അത് ഗെയിൻ റേഷ്യോക്ക് തുല്യമായിരിക്കും. അപ്പോൾ ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്യണമെന്നൊന്നുമില്ല. ഓൾഡ് റേഷ്യോ വെച്ച് കൊണ്ട് ചെയ്താലും നമുക്ക് ഒരേ ആൻസറാണ് കിട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളെ മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തന്ന ഡീറ്റെയിൽസ് ഒക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏകദേശം ഈ കാൽക്കുലേഷനെ സംബന്ധിച്ച് പറഞ്ഞത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വൈക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കണം. XYZ എന്ന് പറഞ്ഞ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കി. ഫസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ബ്രോ ഡൗൺ ഇതാണല്ലോ സാധാരണ എഴുതാറുള്ളത്. ബാലൻസ് ബ്രോ ഡൗൺ 3 പേരുടെയും ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. 15, 10, 15,000, 10,000. ശരി, എൻ്റെ ഇടയിൽ ഒരു എമൗണ്ട് കൂടി ഉണ്ട്. 9,500. 15, 9,500, 10,000. നെക്സ്റ്റ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ പിന്നെ വരുന്നത് ഗുഡ്വില്ലാണ്. നമ്മൾ പഠിച്ചുവല്ലോ ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ്. കണ്ടിന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. കണ്ടിന്യൂ പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? XZ, Y. എക്സും സെഡും ചേർന്ന് കൊണ്ട് ആർക്ക് കൊടുക്കണം? വൈക്ക് കൊടുക്കണം. അപ്പോൾ എക്സ് അതിൻ്റെ എൻട്രിയുടെ രൂപത്തിൽ തന്നെ നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാം. XY/Z. അപ്പോൾ നോക്കുക XZ അല്ലേ, XZ/Y എന്നാണ്. അപ്പോൾ ഇതിൽ എക്സും സെഡും ഇവിടെ ഡെബിറ്റിലാണ്. പോസ്റ്റ് ചെയ്യാണല്ലോ വേണ്ടത്. ക്യാപിറ്റൽ അക്കൗണ്ട് ആണല്ലോ തയ്യാറാക്കുക. എക്സിൻ്റെയും സെഡിൻ്റെ അക്കൗണ്ട് എക്സും സെഡും ഇവിടെ ഡെബിറ്റിലാണ്. എടുത്തിട്ട് ക്രെഡിറ്റിക്ക് പോസ്റ്റ് ചെയ്യാം. അതുപോലെ ഇവിടെ കാണാൻ നിങ്ങൾക്ക് എൻട്രിയിലുള്ള എക്സും സെഡും ക്രെഡിറ്റിലേക്ക് പോസ്റ്റ് ചെയ്തു. എക്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, സെഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. എക്സും സെഡും ആർക്കാണ് പേ ചെയ്യേണ്ടത്? കണ്ടിന്യൂ പാർട്ട്നേഴ്സ് ഔട്ട് ഗോയിങ് പാർട്ട്ണർക്കാണല്ലോ കൊടുക്കേണ്ടത്. അപ്പോൾ ഔട്ട് ഗോയിങ് പാർട്ട്ണർക്ക് എത്ര കൊടുക്കണം? ആ എമൗണ്ടാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള വൈയുടെ ഷെയർ 3000 ആണ്. ഈ 3000 കൊടുക്കേണ്ടത്. അപ്പോൾ 3000 ഇൻറ്റു 2:1 ആണല്ലോ ഗെയിൻ റേഷ്യോ. അപ്പോൾ ഇൻറ്റു 2/3 തൊട്ടടുത്ത് 3000 ഇൻറ്റു 1/3 മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട് 2000, 1000. അപ്പോൾ 3000 2:1 പ്രകാരം ഡിവൈഡ് ചെയ്തു. എക്സും സെഡും കൊടുക്കുന്നത് വൈക്കാണ്. അപ്പോൾ വൈയുടെ കോളത്തിൽ എഴുതി. ഇനി ഇതേ എൻട്രിയിൽ എക്സും സെഡും ഡെബിറ്റിലുള്ളത് ക്രെഡിറ്റ് പോസ്റ്റ് ചെയ്തു. ഇനി വൈയുടെ അക്കൗണ്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ. വൈ ഇവിടെ ക്രെഡിറ്റിലാണ്, നമ്മൾ നേരെ ഡെബിറ്റിൽ പോസ്റ്റ് ചെയ്യും. വൈ ഇവിടെ ക്രെഡിറ്റിലാണ്, ഡെബിറ്റിൽ പോസ്റ്റ് ചെയ്തു. ഇനി വൈക്ക് ആരാണ് പൈസ തരുന്നത്? എക്സും സെഡും ആണല്ലോ പൈസ തരുന്നത്. എക്സ് എത്ര തരുന്നുണ്ട്, സെഡ് എത്ര തരുന്നുണ്ട് എന്ന് ഇവിടെ എഴുതി വെച്ചു. എക്സ് തരുന്നത് 2000. അപ്പോൾ എക്സിൻ്റെ കോളത്തിൽ 2000. സെഡ് തരുന്ന 1000, സെഡിൻ്റെ കോളത്തിൽ 1000. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ 3 പേരുടെയും ക്യാപിറ്റൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ബ്രോ ഡൗൺ ചെയ്തു. പിന്നെ ഗുഡ്വില്ലിൻ്റെ ഒരു എൻട്രിയാണ് XZ/Y എന്നാണ്. എക്സും സെഡ് ഇവിടെ ഡെബിറ്റിലാണ്, ക്രെഡിറ്റിൽ പോസ്റ്റ് ചെയ്തു. 3000 വൈക്ക് കൊടുക്കേണ്ടത്. ആ എമൗണ്ട് 2:1 പ്രകാരം ഡിവൈഡ് ചെയ്ത് വൈയുടെ കോളത്തിൽ എഴുതി. എക്സും സെഡും വൈക്ക് കൊടുത്തത് കാണിച്ചു. ഇനി ഈ എൻട്രിയിൽ വൈ ഇവിടെ ക്രെഡിറ്റിലാണ്, വൈനെ നമ്മൾ ഡെബിറ്റിൽ പോസ്റ്റ് ചെയ്തു. വൈക്ക് പൈസ തരുന്നത് ആരാണ്? എക്സും സെഡും ആണല്ലോ. അപ്പോൾ എക്സിൻ്റെ കോളത്തിൽ എക്സ് തന്നത് 2000, സെഡ് തന്നത് 1000. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യാൻ എക്സിൻ്റെ കോളം ഇവിടെയാണ് കൂടുതൽ, 15. ആ 15 ഇവിടത്തേക്ക് എഴുതി. ഇവിടെ 2000 ഉണ്ട്. 15,000 2000 പോയാൽ 13,000 ബാലൻസ് ക്യാരി ഡൗൺ. വൈയുടെ കോളം കൂട്ടുമ്പോൾ 9,500, 2000, 1000 കൂട്ടുമ്പോൾ 12,500. ആ 12,500 കൂടെ എഴുതി. ആ ബാലൻസ് കുറച്ച് മുകളിലേക്ക് കയറ്റി എഴുതാം. കാരണം വൈ ആണല്ലോ അവിടെ റിട്ടയർ ചെയ്തിട്ടുള്ള ആൾ. 12,500 അല്പം മുകളിലേക്ക് എഴുതി. നെക്സ്റ്റ് സെഡ് 10,000
10,000 ഇവിടെ എഴുതി, ഇവിടെ ഒരു 1000 ഉണ്ട്, ബാക്കി 9,000. അപ്പോൾ ഇതിൽ എക്സും സെഡും കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ബാലൻസിന് നേരെ ബാലൻസ് ക്യാരി ഡൗൺ, കാരണം അവരുടെ ബാലൻസ് വീണ്ടും ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റഡ് ആയി മാറും. അപ്പോൾ ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് ആണ് രണ്ടുപേരുടെയും. വൈയുടെ എമൗണ്ട് അല്പം മുകളിലേക്ക് കയറ്റി എഴുതി 12,500 രൂപ വൈയുടെ അക്കൗണ്ടിലുണ്ട്, അത് കൊടുത്തു വിട്ടാനാണ് പറഞ്ഞത്. ഇവിടെ നോക്കാം നിങ്ങൾ, വൈ ഹാസ് ബീൻ പെയ്ഡ്, വൈക്ക് ഉടനെ കൊടുക്കണമെന്നാണ് പറഞ്ഞപ്പോൾ ഈ 12,500 നേരെ ടു ക്യാഷ്. ക്യാഷ് കൊടുക്കുമ്പോൾ നമ്മൾ ടു ക്യാഷ് എന്നാണല്ലോ എഴുതേണ്ടത്. ടു ക്യാഷ് 12,500. ഇനി ഇതുമായി ബന്ധപ്പെട്ട പാസ് നെസറി എൻട്രീസ് എന്നാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടത്. എൻട്രി എഴുതാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എൻട്രി വൈക്കാണല്ലോ കൊടുക്കുന്നത്. വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. വൈയുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ആണല്ലോ കൊടുക്കുന്നത്. ടു ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് എത്ര കൊടുക്കണം? വൈയുടെ എമൗണ്ട് 12,500. 12,500 എന്തായിരിക്കും നരേഷൻ വരാൻ? ഈ വൈസ് അക്കൗണ്ട് സെറ്റിൽഡ്, വൈസ് അക്കൗണ്ട് സെറ്റിൽഡ് നരേഷൻ. അപ്പോൾ നിങ്ങൾ ഇത് എഴുതിയെടുക്കുന്ന സന്ദർഭത്തിൽ ഈ കാൽക്കുലേഷൻ എഴുതി ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചു, താഴെ അതിൻ്റെ താഴെ വൃത്തിയിൽ ഒരു ജേണൽ വരച്ചുകൊണ്ട് വേണം ഈ എൻട്രി എഴുതി വെക്കാൻ എന്നുള്ളത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത് ഒടുവിൻ്റെ നേരെ റഫായിട്ട് കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിച്ച എൻട്രിയാണ്. അത് റഫ് ആയി കാണിച്ചാൽ മതി. എന്നാൽ ഇത് ക്വസ്റ്റ്യനിൽ എഴുതാൻ ആവശ്യപ്പെട്ട എൻട്രിയാണത്. ഇതിന് താഴെയായിട്ട് തന്നെ നിങ്ങൾ കാണിക്കണം. അപ്പോൾ 2 ക്വസ്റ്റ്യനുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ആദ്യ ക്വസ്റ്റ്യനിൽ റിട്ടയർ ചെയ്ത അതുവരെയുള്ള പ്രോഫിറ്റ് കണ്ടുപിടിച്ച് എൻട്രി ചെയ്താനാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ നമ്മൾ 3 വർഷത്തെ ശരാശരിയുടെ അടിസ്ഥാനത്തിൽ ശരാശരി പ്രോഫിറ്റും അതിനുശേഷം റിട്ടയർ ചെയ്ത വൈയുടെ പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഇടക്കാലത്ത് ലാഭം കൊടുക്കുമ്പോൾ അതിനു വേണ്ടി ഉണ്ടാക്കേണ്ട അക്കൗണ്ടാണ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് സസ്പെൻസ് അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് കൊടുത്തതായിട്ട് സസ്പെൻസ് അക്കൗണ്ടിൽ നിന്ന് വൈയുടെ അക്കൗണ്ടിലേക്ക് ലാഭം ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണിച്ചു. 780. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഓൾഡ് റേഷ്യോ ഉണ്ട്, പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഗുഡ്വിൽ തന്നിട്ടുണ്ട്. ഇത്തരം ഡീറ്റെയിൽസുകൾ വെച്ചുകൊണ്ടാണ് നമ്മളോട് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വൈയുടെ അക്കൗണ്ട് ഉടനെ സെറ്റിൽ ചെയ്ത് എൻട്രി എഴുതാനും വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ നമ്മൾ ഓൾഡ് റേഷ്യോ എഴുതി, ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചു, അത് ഉപയോഗിച്ചിട്ട് ഗെയിൻ റേഷ്യോ ചെക്ക് ചെയ്തു, ഗുഡ്വിൽ അത് ഉപയോഗിച്ചിട്ട് വൈയുടെ ഗുഡ്വിൽ എത്രയാണെന്ന് ചെക്ക് ചെയ്തു, അതിൻ്റെ എൻട്രി നമ്മൾ പറഞ്ഞു. എന്നിട്ടാണ് അക്കൗണ്ട് വരച്ചത്. അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് എഴുതി. ഈ എൻട്രി ഡബിൾ പോസ്റ്റിംഗ് ആണ്. നിങ്ങൾക്കറിയാലോ, എക്സും സെഡും ഡെബിറ്റിലുള്ള ക്രെഡിറ്റ് പോസ്റ്റ് ചെയ്തു, ഇത് കാൽക്കുലേഷൻ ചെയ്ത് എമൗണ്ട് വൈയുടെ കോളത്തിൽ കാണിച്ചു. വൈ ഇവിടെ ക്രെഡിറ്റിലാണ്, ഡെബിറ്റിൽ പോസ്റ്റ് ചെയ്തു, എമൗണ്ടുകൾ എക്സിൻ്റെയും സെഡിൻ്റെയും കോളത്തിൽ കാണിച്ചു. ടോട്ടൽ ചെയ്തു, ബാലൻസ് ക്യാരി ഡൗൺ. ഇത് ടോട്ടൽ ചെയ്തു, കൊടുക്കാൻ പറഞ്ഞതാണ് ടു ക്യാഷ്. ഇവിടെ ബാലൻസ് ചെയ്തു, ഇവിടെ ടോട്ടൽ ചെയ്തു, ബാലൻസ് ക്യാരി ഡൗൺ. ഇനി നിങ്ങളോട് എൻട്രി എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അത് പ്രകാരം തൊട്ട് താഴെയായിട്ട് നമ്മൾ എൻട്രി ചെയ്തു. വൈയുടെ ക്യാഷ് കൊടുക്കുന്നതാണ്. അപ്പോൾ വൈയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലുള്ള പൈസ ടു ക്യാഷ് കൊടുത്തതായിട്ട് കാണിക്കും, നരേഷനും എഴുതി. നെക്സ്റ്റ് മറ്റൊരു എക്സാമ്പിളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നോക്കാം എന്താണ് ഇവിടെ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത 2 എക്സാമ്പിളുകളിൽ കാൽക്കുലേഷനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്നാമത്തേതിൽ പ്രോഫിറ്റ് റിട്ടയർമെൻറ്റ് വരെയുള്ള പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷനും എൻട്രി പാസ് ചെയ്യുന്നതും, രണ്ടാമത്തേതിൽ റിട്ടയർ ചെയ്ത ആളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് അദ്ദേഹത്തിന് അത് പേ ചെയ്യുന്നതാണ് കാണിച്ചത്. ഇനി എന്താണ് തേർഡ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം. മിസ്റ്റർ രാജ് ഡെയ്ഡ് ഓൺ 25th August 2016 was an active partner in a firm. The other partners were Mr. Dasa and Mrs. Dasa. 2016 ഓഗസ്റ്റ് 25 മിസ്റ്റർ രാജിന് ഒരു ബിസിനസ്സിൽ ആക്റ്റീവ് പാർട്ണറാണ്, അദ്ദേഹത്തിന് ഡെത്ത് സംഭവിച്ചു. മറ്റു പാർട്ണർമാർ മിസ്റ്റർ ദാസും മിസ്സിസ് ദാസുമാണ്. ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റിവീൽസ് ദി ഫോളോയിങ്.
ഇയാളുടെ അക്കൗണ്ട് ബുക്കിൽ താഴെ പറയുന്ന ഡീറ്റെയിലുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജനറൽ റിസർവ്, ക്യാപിറ്റൽ ഓഫ് രാജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ബ്രാക്കറ്റിൽ ഡെബിറ്റ് ബാലൻസ് എന്നാണ്. ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ അത് ലോസ് ആയിരിക്കും. നെക്സ്റ്റ് ഡ്രോയിങ്സ് ഓഫ് രാജ്. മിസ്റ്റർ രാജ് ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ അപ് ടു ഡെത്ത്, വാല്യൂ ഓഫ് ഗുഡ്വിൽ. നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഡ്യൂ ടു ലീഗൽ എയേഴ്സ് ഓഫ് മിസ്റ്റർ രാജ്. ഡെത്ത്, രാജിന് ഡെത്ത് സംഭവിച്ചു. രാജുവിൻ്റെ അവകാശികൾക്ക് കൊടുക്കാനുള്ള എമൗണ്ട്, അവകാശികൾക്ക് കൊടുക്കേണ്ട എമൗണ്ട് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ രാജിൻ്റെ രാജിൻ്റെ അവകാശികൾക്ക് കൊടുക്കേണ്ട എമൗണ്ട് കണ്ടുപിടിക്കണം. ഈ രാജിൻ്റെ അക്കൗണ്ട് തയ്യാറാക്കിയാൽ മതി. രാജിൻ്റെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടോ ആ പൈസ രാജിൻ്റെ അവകാശികൾക്ക് കൊടുക്കണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ആദ്യമേ രാജിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുകയാണ്. രാജിസ് ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചു. ആദ്യം ഓപ്പണിംഗ് ബാലൻസ്. ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ എല്ലാ പാർട്ട്ണർമാരുടേതും കാണിക്കാറുണ്ട്. പക്ഷെ ഇവിടെ രാജിൻ്റെ കാൽക്കുലേഷനാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഡ്യൂ ടു ലീഗൽ എയേഴ്സ് ഓഫ് മിസ്റ്റർ രാജ്. രാജുവിൻ്റെ അവകാശികൾക്ക് എത്ര കൊടുക്കാനുണ്ട് എന്നാണ് ചോദിച്ചത്. പിന്നെ അവിടെ ദാസിൻ്റെയും മിസ്സിസ് ദാസിൻ്റെയും കാൽക്കുലേഷനൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാം. എന്നിട്ട് രാജിൻ്റെ സിംഗിൾ കോളം ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചു. ഓപ്പണിംഗ് ബാലൻസ് ബൈ ബാലൻസ് ബ്രോ ഡൗൺ. നോക്കുക, ക്യാപിറ്റൽ ഓഫ് രാജ് 30,000 നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിച്ചു. 30,000. ക്ലിയർ ആയല്ലോ? ഓപ്പണിംഗ് ബാലൻസ് 30,000. ഇനി ഓരോന്നായിട്ട് എടുക്കുക. ജനറൽ റിസർവ്. റിസർവിൽ രാജുവിന് ഷെയർ ഉണ്ടായിരിക്കും. ജനറൽ റിസർവ് ടു ഓൾഡ് പാർട്ട്നേഴ്സാണ്. അപ്പോൾ ടു രാജ്. നമ്മൾ രാജുവിൻ്റെ മാത്രം നോക്കിയാൽ മതിയല്ലോ. ടു രാജ്, ദാസ്, മിസ്സിസ് ദാസ് എല്ലാവരും ഉണ്ടാവും. നമ്മൾ രാജുവിൻ്റെ അക്കൗണ്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാജുവിൻ്റെ അക്കൗണ്ടിലേക്ക് ഉള്ളത് മാത്രം പോസ്റ്റ് ചെയ്താൽ മതി. ജനറൽ റിസർവ് ടു രാജ്. രാജിൻ്റെ അക്കൗണ്ടിൽ ജനറൽ റിസർവ് എന്ന് പോസ്റ്റ് ചെയ്യും. ജനറൽ റിസർവ് ഡെബിറ്റിലാണ്, ക്രെഡിറ്റിൽ ബൈ ജനറൽ റിസർവ്. റിസർവിൻ്റെ എമൗണ്ട് 12,000 ആണ്. 12,000 ഇൻറ്റു ക്വസ്റ്റ്യനിൽ എവിടെയും തന്നെ ഷെയർ പറയാത്തത് കൊണ്ട് ഈക്വലായിട്ട് വീതിക്കും. അപ്പോൾ 3 പാർട്ട്ണർമാരുണ്ട്, രാജ്, ദാസ്, മിസ്സിസ് ദാസ്. അപ്പോൾ ഈക്വലായിട്ട് വീതിക്കുമ്പോൾ 1:1:1 വരും. അപ്പോൾ 1/, എങ്ങനെ ഇപ്പോൾ പറഞ്ഞത്, ഷെയർ ഈക്വലായിട്ട്. ക്വസ്റ്റ്യൻ ഒന്നും തന്നെ ഷെയറിനെ കുറിച്ച് പറയാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈക്വലായിട്ട് കാണിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയാത്തത് കൊണ്ട് നമ്മൾ 1:1:1 എന്ന് കാണിച്ചു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 1/3 ആണല്ലോ രാജുവിനുണ്ടാവുക. അപ്പോൾ 12,000 ടോട്ടൽ റിസർവ്. 12,000 ഇൻറ്റു ഇതിൽ രാജുവിൻ്റെ ഷെയർ 1/3 ഉണ്ടാകും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4,000. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് കാണിച്ചു, റിസർവ് പോസ്റ്റ് ചെയ്തു. അടുത്തത് അപ്പോൾ ജനറൽ റിസർവ് എടുത്തു, ക്യാപിറ്റൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിച്ചു. അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ ലോസ് ആയിരിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞുവല്ലോ. നമുക്ക് ഇവിടെ എത്ര കാണിക്കാം, ലോസ് ആയിരിക്കും. അപ്പോൾ ലോസ് ആണെങ്കിൽ എങ്ങനെ എൻട്രി വരാമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ലാഭമാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ടു രാജ് എന്നാണ്. നേരെ തിരിച്ചു വരണം. രാജ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ടു രാജ്. അപ്പോൾ ലോസ് ആണെങ്കിലോ രാജ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ രാജുവിൻ്റെ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് എഴുതണം. രാജുവിൻ്റെ അക്കൗണ്ടാണല്ലോ ഇത്. രാജുവിൻ്റെ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് എഴുതണം. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇവിടെ ക്രെഡിറ്റിലാണ്. അപ്പോൾ ഡെബിറ്റിൽ പോസ്റ്റ് ചെയ്യും ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. ടോട്ടൽ ലോസ് 18,000 ഇൻറ്റു ഇതിൽ രാജുവിന് 1/3 അല്ലേ ഉണ്ടാവുള്ളൂ. 18,000 ഇൻറ്റു 1/3 6,000. അപ്പോൾ റിസർവ് കാണിച്ചു, ഓപ്പണിംഗ് ബാലൻസ് കാണിച്ചു, ലോസ് കാണിച്ചു. അടുത്തത് ഡ്രോയിങ്സ് ഓഫ് രാജ്. നിങ്ങൾക്കറിയാം, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റങ്ങളാണ് ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഡ്രോയിങ്സ് ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ് രാജിൻ്റെ കൃത്യം തന്നിട്ടുണ്ട്. അപ്പോൾ ഡ്രോയിങ്സ് 10,000. മിസ്റ്റർ രാജ് ലോൺ, ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കാത്തൊരു ഐറ്റമാണ് ലോണിൻ്റെ എമൗണ്ട്. അത് നമുക്ക് പിന്നീട് ആവശ്യം ഉണ്ടാകുമ്പോൾ എടുക്കാം, അവിടെ നിൽക്കട്ടത്. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ, അതും നമ്മൾ മാറ്റി വെക്കാം. നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ അകത്ത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പാർട്ണർഷിപ്പിൽ ഓപ്പണിംഗ് ബാലൻസ്
ഡെബിറ്റിൽ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ലോസ്, ക്രെഡിറ്റിൽ സാലറി, കമ്മീഷന്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പ്രോഫിറ്റ്, ബാലൻസ് ക്യാരി ഡൗൺ, ഇത്രയൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് എവിടെയും ലോണും ഇൻട്രസ്റ്റ് ഓൺ ലോണൊന്നും ക്യാപിറ്റലിനകത്ത് വരുന്നില്ലല്ലോ, നമ്മൾ മാറ്റി വെക്കാം. നെക്സ്റ്റ് ഗുഡ്വിൽ. ടോട്ടൽ ഗുഡ്വിൽ 24,000 നിങ്ങൾക്കറിയാം. ഗുഡ്വിൽ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൽ രാജുവിന് ഗുഡ്വിലിന് ഷെയർ ഉണ്ടാവും, ദാസിനുണ്ടാവും, മിസ്സിസ് ദാസിനുണ്ടാവും. ഗുഡ്വിലിൻ്റെ എൻട്രി ഇപ്പോൾ കഴിഞ്ഞതിലും പറഞ്ഞു തന്നല്ലോ, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ. ഇങ്ങനെ വരാം, കണ്ടിന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ഔട്ട് ഗോയിങ് പാർട്ട്ണർ ആണ് അല്ലേ. അപ്പോൾ ദാസ് രണ്ടുപേര് ഞാൻ താഴേക്ക് ഡെബിറ്റാണ് വരാം. അയാൾ ഇവിടെ എളുപ്പത്തിൽ എഴുതാണ്. ദാസും മിസ്സിസ് ദാസ് ടു ദാസ് ക്യാപിറ്റൽ അക്കൗണ്ട്, മിസ്സിസ് ദാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു റിട്ടയർ ചെയ്ത പാർട്ട്ണർ ആരാണ്? രാജു ആണല്ലോ, രാജ്. അപ്പം ഇങ്ങനെയാണ് ഗുഡ്വിലിൻ്റെ എൻട്രി വരാം. ദാസ് മിസ്സിസ് ദാസ് ടു രാജ്. ദാസ് മിസ്സിസ് ദാസ് ഇവിടെ ഡെബിറ്റിലാണ്. രാജുവിൻ്റെ അക്കൗണ്ട് അല്ലേ, രാജുവിൻ്റെ അക്കൗണ്ട് ആണല്ലോ ഇത്. രാജുവിൻ്റെ അക്കൗണ്ടിൽ ദാസെന്നും മിസ്സിസ് ദാസെന്നും കാണിക്കണം. ദാസും മിസ്സിസ് ദാസ് ഇവിടെ ഡെബിറ്റിലാണ്, ക്രെഡിറ്റിൽ ബൈ ഇവിടെ ഡെബിറ്റിലാണ്, അപ്പോൾ ക്രെഡിറ്റിൽ ദാസ് ക്യാപിറ്റൽ അക്കൗണ്ട്, മിസ്സിസ് ദാസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി നമ്മൾ നോക്കുക എത്രയാണ് ഗുഡ്വിൽ എന്ന്. നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ടോട്ടൽ ഗുഡ്വിൽ 24,000 അപ്പോൾ രാജുവിൻ്റെ ഗുഡ്വിൽ എത്ര ഉണ്ടാകുമെന്ന് നോക്കുക. രാജുവിൻ്റെ ഗുഡ്വിൽ ടോട്ടൽ ഗുഡ്വിൽ 24,000 ഇൻറ്റു ഷെയർ 1/3 ആണല്ലോ, ഇൻറ്റു 1/3 = 8,000. അപ്പോൾ ഈ പറഞ്ഞ എൻട്രിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള രൂപ താഴെ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ എഴുതിയ എൻട്രി തന്നെ ദാസ് ക്യാപിറ്റൽ അക്കൗണ്ട്, മിസ്സിസ് ദാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു രാജ് അല്ലേ, ടു രാജ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതിന് 8,000 രാജുവിൻ്റെ ഗുഡ്വിൽ. ഇത് എങ്ങനെ വീതിക്കണമെന്നാണ്? ഈക്വൽ ആയിട്ടാണല്ലോ, എല്ലാം ഈക്വൽ ആണല്ലോ. അപ്പോൾ വീതിക്കുമ്പോൾ 4,000. അപ്പോൾ ഇതാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഡെബിറ്റിലാണ്, ക്രെഡിറ്റ് പോസ്റ്റ് ചെയ്ത് ദാസ് മിസ്സിസ് ദാസ് 4,000. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗുഡ്വിലിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ എൻട്രിയിൽ ഡബിൾ പോസ്റ്റിംഗ് വരും. ദാസ് മിസ്സിസ് ദാസ് ക്രെഡിറ്റ് പോസ്റ്റ് ചെയ്തു. ഇനി രാജിനെ നമ്മൾ ഡെബിറ്റ് പോസ്റ്റ് ചെയ്യും. പക്ഷേ പോസ്റ്റ് ചെയ്യേണ്ടത് ആരുടെ അക്കൗണ്ടിലാണ്? ദാസിൻ്റെയും മിസ്സിസ് ദാസിൻ്റെയും അക്കൗണ്ടിലാണ് രാജ് പോസ്റ്റ് ചെയ്യേണ്ടത്. അവരുടെ അക്കൗണ്ട് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നില്ലല്ലോ. ദാസിൻ്റെയും മിസ്സിസ് ദാസിൻ്റെ അക്കൗണ്ട് ഇവിടെ ഉണ്ടാക്കാത്തത് കൊണ്ട് രാജിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം എന്താണ് ചെയ്തത്? രാജിൻ്റെ അക്കൗണ്ടിൽ ദാസെന്നും മിസ്സിസ് ദാസെന്നും കാണിച്ചു. രാജുവിൻ്റെ അക്കൗണ്ടിൽ ദാസും മിസ്സിസ് ദാസും കാണിച്ചു. ദാസിൻ്റെയും മിസ്സിസ് ദാസിൻ്റെ അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ട് രാജിനെ നമ്മൾ പോസ്റ്റ് ചെയ്യണ്ട. ദാസിൻ്റെയും മിസ്സിസ് ദാസിൻ്റെയും അക്കൗണ്ടിൻ്റെ കോളങ്ങൾ കൂടി വരച്ചിരുന്നുവെങ്കിൽ രാജിനെ നമ്മൾ ക്രെഡിറ്റിലുള്ളത് ഡെബിറ്റിക്ക് പോസ്റ്റ് ചെയ്യണമായിരുന്നു. ഏതുപോലെ ഇവിടെ നിങ്ങൾ കണ്ടു. XYZ ആ ക്വസ്റ്റ്യനിൽ XZ-Y 3 പേരുടെയും അക്കൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എക്സും സെഡും വൈയുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. എക്സും സെഡും വൈയുടെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. ഇനി എക്സിൻ്റെയും സെഡിൻ്റെ അക്കൗണ്ടിൽ വൈ എന്നും പോസ്റ്റ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? അതുപോലെ നോക്കുമ്പോൾ ഇവിടെ ദാസും മിസ്സിസ് ദാസും പോസ്റ്റ് ചെയ്തു രാജുവിൻ്റെ അക്കൗണ്ടിൽ. എന്നാൽ ദാസിൻ്റെയും മിസ്സിസ് ദാസിൻ്റെ അക്കൗണ്ട് വരക്കാത്തത് കൊണ്ട് നമുക്ക് രാജിന് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഈ രാജിന് ക്രെഡിറ്റിലുള്ളത് നമ്മൾ തീർച്ചയായും ഡെബിറ്റിലേക്ക് പോസ്റ്റ് ചെയ്യണമായിരുന്നു. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്തെല്ലാം കാണിച്ചു? ഓപ്പണിംഗ് ബാലൻസ് കാണിച്ചു, റിസർവ് പോസ്റ്റ് ചെയ്തു, ലോസ് പോസ്റ്റ് ചെയ്തു, ഡ്രോയിങ്സ് കാണിച്ചു. ഈ 2 ഐറ്റങ്ങൾ ലോണും ഇൻട്രസ്റ്റ് ഓൺ ലോണും നമ്മൾ മാറ്റി വെച്ചു. ഇതിൽ വരാത്തത് കൊണ്ട് ഗുഡ്വിലിൻ്റെ എൻട്രി കാൽക്കുലേറ്റ് ചെയ്തു, അതും പോസ്റ്റ് ചെയ്തു. ഇനി ടോട്ടൽ ചെയ്യുമ്പോൾ 42,000 ഇവിടെ കിട്ടും. ബാലൻസ് ചെയ്യുമ്പോൾ 26,000 രാജ് എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ട്. രാജുവിൻ്റെ അവകാശികൾക്ക് കൊടുക്കേണ്ട എമൗണ്ടാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത്, 26,000. അപ്പോൾ രാജുവിൻ്റെ അക്കൗണ്ട് ബാലൻസ് ചെയ്തപ്പോൾ 26,000 രൂപ രാജുവിൻ്റെ അക്കൗണ്ടിലുണ്ട്. അത് രാജുവിൻ്റെ അവകാശികൾക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കാണിച്ചു വെച്ചിട്ടുള്ളത് ടു രാജ് എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ട്. രാജുവിൻ്റെ അവകാശികളുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കേണ്ട എമൗണ്ടാണ്. ഇനി അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 26,000 രൂപ ബാക്കിയുണ്ട്. നമ്മളോട് പറയുന്നത് കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഡ്യൂ ടു ലീഗൽ എയ്സ് ഓഫ് മിസ്റ്റർ രാജുവിൻ്റെ അവകാശികൾക്ക് കൊടുക്കാനുള്ള ടോട്ടൽ എമൗണ്ട് എത്രയുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ താഴെ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ടോട്ടൽ എമൗണ്ട് ഡ്യൂ ടു രാജ് എക്സിക്യൂട്ടീവ്സ്, രാജുവിൻ്റെ അവകാശികൾക്ക് കൊടുക്കേണ്ട എമൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രകാരം 26,000 രൂപ കൊടുക്കണം. പ്ലസ്
നമ്മൾ മാറ്റി വെച്ച 2 ഐറ്റങ്ങളുണ്ടല്ലോ. രാജുവിൻ്റെ കയ്യിൽ നിന്ന് 20,000 ലോൺ വാങ്ങിയിട്ടുണ്ട്, അത് തിരിച്ചു കൊടുക്കണ്ടേ രാജുവിൻ്റെ അവകാശികൾക്ക്? അതിൻ്റെ മേലെ ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട്, അതും കൊടുക്കണം. അപ്പോൾ അതെല്ലാം കൂടി ടോട്ടൽ ചെയ്യാം. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രകാരം 26,000, ലോണിൻ്റെ എമൗണ്ട് 20,000, ഇൻട്രസ്റ്റ് 1000, ടോട്ടൽ 47,000. അപ്പോൾ ഡെത്ത് സംഭവിച്ച കേസിൽ രാജുവിൻ്റെ അവകാശികൾക്ക് കൊടുക്കേണ്ട ടോട്ടൽ എമൗണ്ട് എങ്ങനെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്തെല്ലാമായി ഇപ്പോൾ? ഒന്ന്, റിട്ടയർമെൻറ്റിൻ്റെ കേസിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാമെന്നും ആ പ്രോഫിറ്റിൻ്റെ പാസ് ചെയ്യേണ്ട എൻട്രി എന്താണെന്നും നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ കേസിൽ റിട്ടയർ ചെയ്ത ആളുടെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കി അദ്ദേഹത്തിൻ്റെ പേയ്മെൻറ്റ് ഇമ്മീഡിയറ്റായി സെറ്റിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടു. തേർഡ് ക്വസ്റ്റ്യനിൽ ഡെത്ത് സംഭവിച്ചിട്ടുള്ള ഒരു പാർട്ട്ണറുടെ അവകാശികൾക്ക് കൊടുക്കേണ്ട ടോട്ടൽ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടും അതിൻ്റെ കൂടെ ലോണിൻ്റെ എമൗണ്ട് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ കണ്ടെത്തി. ഏറ്റവും അവസാനം ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങളെ പരിചയപ്പെടുത്താണ്. നമ്മൾ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിൽ പഠിക്കേണ്ട മറ്റൊന്നാണ് ലോൺ അക്കൗണ്ട് തയ്യാറാക്കണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യനിലും പഠിച്ചിട്ടുള്ളത് പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷനാണ്. ഒന്ന്, റിട്ടയർമെൻറ്റിൽ. രണ്ടാമത്തെ എക്സാമ്പിളിൽ റിട്ടയർമെൻറ്റിന് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട എൻട്രി എന്താണ് എഴുതാമെന്ന് പഠിച്ചു. 3, ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അവകാശികൾക്ക് കൊടുക്കേണ്ട എമൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. ഇനി 4-മത്തത് എങ്ങനെയാണ് ലോൺ അക്കൗണ്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. XYZ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. എക്സും വൈയും സെഡും ഒരു ബിസിനസ്സിലെ പാർട്ണർമാരാണ്. വൈ റിട്ടയേഴ്സ് ഫ്രം ദി ഫേം. ഈ ബിസിനസ്സിൽ നിന്ന് വൈ റിട്ടയർ ചെയ്തു. ഓൺ 1st January 2015, 2015 ജനുവരി 1-നാണ് റിട്ടയർ ചെയ്തത്. ഓൺ ദിസ് ഡേറ്റ് ഓൺ ഹിസ് ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്, അദ്ദേഹം റിട്ടയർ ചെയ്ത സമയത്ത് ₹60,000 ഈസ് ഡ്യൂ ടു ഹിം. ഇദ്ദേഹത്തിന് 60,000 രൂപ കൊടുക്കാനുണ്ട്. റിട്ടയർ ചെയ്ത സമയത്ത് ഇദ്ദേഹത്തിന് 60,000 രൂപ കൊടുക്കാനുണ്ട്. എക്സ് ആൻഡ് സെഡ് പ്രോമിസ് ടു പേ 3 ഈക്വൽ ആനുവൽ ഇൻസ്റ്റാൾമെൻറ്റ് ടുഗദർ വിത്ത് ഇൻട്രസ്റ്റ് അറ്റ് 12% per annum. എക്സും സെഡും പ്രോമിസ് നൽകിയിട്ടുണ്ട്, വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 3 വാർഷിക തവണകളായിട്ട് അല്ലെങ്കിൽ അടവുകളായിട്ടാണ്, അതിൻ്റെ കൂടെ 12% ഇൻട്രസ്റ്റുമായിട്ടാണ് കൊടുക്കാമെന്ന് ഏറ്റിട്ടുള്ളത്. അതായത് കൊടുക്കാനുള്ള 60,000/3 3 തവണയായിട്ട് കൊടുക്കുമെന്നുള്ളത്. അതായത് 20,000 രൂപ വെച്ച് കൊടുക്കുമെന്നാണ്, പ്ലസ് 12% ഇൻട്രസ്റ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ സെറ്റിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒന്നുകൂടെ, എക്സും വൈയും നടത്തുന്ന ബിസിനസ്സിൽ നിന്ന് വൈ റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്ത സമയത്ത് ഇദ്ദേഹത്തിന് 60,000 കൊടുക്കാനുണ്ട്. 60,000 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ 60,000/3 20,000 ഓരോ തവണയും കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ വർഷം 20,000 പ്ലസ് 12% ഇൻട്രസ്റ്റ്, രണ്ടാമത്തെ വർഷം 20,000 പ്ലസ് 12% ഇൻട്രസ്റ്റ്, മൂന്നാമത്തെ വർഷവും 20,000 പ്ലസ് 12% ഇൻട്രസ്റ്റ്. ഈ രീതികളിൽ കൊടുത്തു വീട്ടുമെന്നുള്ളതാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ നിങ്ങളോട് ആവശ്യപ്പെട്ടുള്ള പ്രിപ്പയർ വൈസ് ലോൺ അക്കൗണ്ട് എന്നാണ്, ലോൺ അക്കൗണ്ട് തയ്യാറാക്കാനാണ്. അപ്പോൾ നമ്മൾ ഹെഡിങ് കൊടുത്ത് വൈസ് ലോൺ അക്കൗണ്ട്, സാധാരണഗതിയിലുള്ള ഒരു അക്കൗണ്ട് വരയ്ക്കുക. ഡേറ്റ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് വരച്ചു. എന്നിട്ട് ഫസ്റ്റ് ഓപ്പണിംഗ് ബാലൻസ് കാണിക്കണം. നിങ്ങൾക്കറിയാം, ഏതൊരു അക്കൗണ്ട് തയ്യാറാക്കുമ്പോഴും നമ്മൾ ആദ്യം ഓപ്പണിംഗ് ബാലൻസ് ആണല്ലോ കാണിക്കാറുള്ളത്. അപ്പോൾ റിട്ടയർ ചെയ്ത ഡേറ്റ് 1/1/15 അല്ലേ, 1/1/15 ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ, ബാലൻസ് ബ്രോഡ് ഓൺ. ഓപ്പണിംഗ് ബാലൻസ് ഇദ്ദേഹത്തിന് എത്ര കൊടുക്കാനുണ്ട്? 60,000 രൂപ കൊടുക്കാനുണ്ട്. അങ്ങനെ ജനുവരി 1-നാണ് റിട്ടയർ ചെയ്തത്, അന്ന് 60,000 രൂപ കൊടുക്കാനുണ്ട്. ആ വർഷമാകുമ്പോൾ നിങ്ങൾക്കറിയാം ഇൻട്രസ്റ്റ് കൊടുക്കണം അല്ലേ. ഇൻട്രസ്റ്റ് 12% എന്നാണല്ലോ പറഞ്ഞത്. ഇൻട്രസ്റ്റ് ടു വൈസ് ലോൺ, വൈൻ്റെ ലോണിൻ്റെ മേലാണല്ലോ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് എല്ലാ വർഷവും 12% കൊടുക്കണം. ഇൻട്രസ്റ്റ് കൊടുക്കാനായാൽ ഉള്ള എൻട്രിയാണ് ഇൻട്രസ്റ്റ് ടു വൈസ് ലോൺ. വൈയുടെ ലോൺ അക്കൗണ്ടാണ് തയ്യാറാക്കുന്നത്. അതിൻ്റെ ഇൻട്രസ്റ്റ് ഇവിടെ ഡെബിറ്റിലാണ്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റിൽ പോസ്റ്റ് ചെയ്യും ബൈ ഇൻട്രസ്റ്റ് എന്നാൽ കൊടുക്കുക. വർഷം അവസാനമാണല്ലോ. അപ്പോൾ
2015 ജനുവരി 1-നാണ് റിട്ടയർ ചെയ്തത്. ആ വർഷം അവസാനം 2015 ഡിസംബർ 31-ന്. ഇൻട്രസ്റ്റ് ടോട്ടൽ കൊടുക്കാനുള്ള 60,000 അതിൻ്റെ 12%, 7,200 രൂപ കൊടുക്കുന്നത് കാണിച്ചു. ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളത് കാണിച്ചു. നെക്സ്റ്റ്, ഇപ്പോൾ കൊടുത്തിട്ടില്ലല്ലോ. ഓരോ വർഷവും എന്താണ് പറഞ്ഞത്? ഓരോ വർഷവും 20,000 പ്ലസ് 12% ഇൻട്രസ്റ്റ്. ആ 12% ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ എന്തൊക്കെ ചെയ്തു? ഓപ്പണിംഗ് ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്തു. വർഷാവസാനം ഇൻട്രസ്റ്റ് 60,000-ൻ്റെ 12% ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ പേ ചെയ്യണം. പേ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, പേ ചെയ്യുമ്പോഴുള്ള എൻട്രി വൈയുടെ ലോണിൻ്റെ പൈസ ആണല്ലോ കൊടുക്കുന്നത്. വൈസ് ലോൺ ടു വൈൻ്റെ ലോണിൻ്റെ പൈസ ക്യാഷ് ആയിട്ട് കൊടുക്കുകയാണ്. ക്യാഷ് അല്ലെങ്കിൽ രണ്ടും സെയിം ആണല്ലോ. ടു ബാങ്ക്, വൈസ് ലോൺ അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ വൈയുടെ ലോൺ അക്കൗണ്ടാണിത്. ബാങ്കിൽ നിന്ന് ക്വസ്റ്റ്യൻ, ബാങ്ക് ഇവിടെ ക്രെഡിറ്റിലാണ്, ഡെബിറ്റിൽ ടു ബാങ്ക്. വർഷാവസാനമാണല്ലോ പേ ചെയ്യാം. 31/12/2015 ബാങ്ക് 20,000 ഇൻസ്റ്റാൾമെൻറ്റും പ്ലസ് ഇൻട്രസ്റ്റ് ഇവിടെ കണ്ടെത്തിയാണ് 7,200, ടോട്ടൽ 27,200. ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുകയാണ്. ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ 67,200, അത് ഇവിടുത്തെ കാണിച്ച് 67,200. 27,200 പോയി കഴിഞ്ഞാൽ ബാക്കി 40,000 ബാലൻസ്. ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ബാക്കി ഇനി 2 അടവുകളാണല്ലോ ബാക്കിയുള്ളത്, 20, 20, 40 അല്ലേ? ബാലൻസ് ചെയ്ത് 40, ബാലൻസ് ക്യാരിഡ് ഓൺ പേര് കൊടുത്തു, വർഷാവസാന ഡേറ്റ്. അപ്പോൾ ഒരു വർഷം നമ്മൾ പൂർത്തീകരിച്ചു. എങ്ങനെയാണ് ചെയ്തതെന്ന് ക്ലിയർ ആയോ? ഒന്നുകൂടെ. ആദ്യം ഓപ്പണിംഗ് ബാലൻസ് കാണിച്ചു, തൊട്ട് താഴെ ഇൻട്രസ്റ്റ്, അതിൻ്റെ എൻട്രിയാണ്. ഇൻട്രസ്റ്റ് കാണിച്ചു, കാൽക്കുലേറ്റ് ചെയ്തു. പേ ചെയ്യുന്നത് കാണിച്ചു, ഇൻട്രസ്റ്റും ഇൻസ്റ്റാൾമെൻറ്റും ടോട്ടൽ ചെയ്തു, ഇവിടത്തേക്ക് ഇട്ടു. ബാലൻസ് ചെയ്തപ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ പേര് കൊടുത്തു. ബാലൻസ് ക്യാരി ഡൗൺ പേര് കൊടുത്തു. ഇനി താഴെ രണ്ടാമത്തെ വർഷം ചെയ്യണം. 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണല്ലോ കൊടുക്കുന്നത്. ഇനി അടുത്ത വർഷം, അപ്പോൾ 2015 ഡിസംബർ 31 ഈ വർഷം അവസാനിച്ച് തൊട്ടടുത്ത ദിവസം 2016 ജനുവരി 1 ഈ ബാലൻസ് താഴെ ബ്രോഡ് ഡൗൺ ചെയ്യും. 1/1/16 ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്ത് 40,000. എങ്ങനെ? 2016 അവസാനത്തുമ്പോൾ വീണ്ടും ഇൻട്രസ്റ്റ് കാണണം. 31/12/16 ഇവിടെ ചെയ്ത പോലെ തന്നെ ഇൻട്രസ്റ്റ് ഈ കൊടുക്കാനുള്ള എമൗണ്ടിൻ്റെ 12%, 40,000-ൻ്റെ 12%, 4,800. ഒന്നുകൂടെ ഈ ടോട്ടല് ഈ ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്തു. അതിൻ്റെ മേൽ നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടെത്തി 4,200. ടോട്ടൽ 44. ഫോണ്ട് സൈസ് കളറ് പ്രോബ്ലം ആയതുകൊണ്ടാണ് അത് വരാത്തത്. നമുക്കത് ക്ലിയർ ചെയ്യാം. 44 44,800. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ. അപ്പോൾ ഈ ബാലൻസ് താഴേക്ക് ബ്രോഡ് ഡൗൺ ചെയ്തു, ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു, ടോട്ടൽ ചെയ്ത് 44,800. ഇനി ഈ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കണം. ഇവിടെ ചെയ്ത പോലെ തന്നെ 31/12/16 ടു ബാങ്ക് കൊടുക്കുമ്പോൾ ഈ എൻട്രി തന്നെയാണല്ലോ പോസ്റ്റ് ചെയ്യുക. ടു ബാങ്ക് 20,000 ഇൻസ്റ്റാൾമെൻറ്റും ഇൻട്രസ്റ്റ് 4,800, ടോട്ടൽ 24,800. ടോട്ടൽ 44,800 ഇവിടത്തേക്ക് എഴുതി. അതിൽ നിന്ന് 24,800 പോയ ബാക്കി 20,000 ബാലൻസ്. ഇനി ഒരു ഇൻസ്റ്റാൾമെൻ്റ് അല്ലേ ഉള്ളൂ. ഇവിടെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് അടിച്ചു. 2016 ഒരു ഇൻസ്റ്റാൾമെൻറ്റ് ഇൻട്രസ്റ്റും കൊടുത്തു. ബാക്കി ഒരു ഇൻസ്റ്റാൾമെൻ്റ് ആണല്ലോ ഉള്ളത്. ബാലൻസ് 20,000. ബാലൻസ് ക്യാരി ഡൗൺ 20,000. ഇനി ലാസ്റ്റ് വർഷം 2015 ഇൻസ്റ്റാൾമെൻറ്റും ഇൻട്രസ്റ്റും കൊടുത്തു. 2016 ഇൻസ്റ്റാൾമെൻറ്റും ഇൻട്രസ്റ്റും കൊടുത്തു. 2017 ഈ ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്തു. ഇനി ഇൻട്രസ്റ്റ് കാണാണ്. ഇവിടെ ചെയ്ത പോലെ ഇൻട്രസ്റ്റ് വർഷാവസാന ഡേറ്റിന് 31/12/17 ഇൻട്രസ്റ്റ് 20,000-ൻ്റെ 12%, 2,400. ടോട്ടൽ ചെയ്യും 22,400. ബാലൻസ് കൊടുത്തേക്ക് ഇട്ടു. ഇനി പേ ചെയ്യാണ്. 31/12/17 ടു ബാങ്ക് 20,000 ഇൻസ്റ്റാൾമെൻറ്റും ഇൻട്രസ്റ്റ് 2,400, ടോട്ടൽ 22,400. രണ്ട് സൈഡും ഈക്വലായി. അതുകൊണ്ട് തന്നെ ഇനി ബാലൻസ് ഉണ്ടാവുകയില്ല. കാരണം കൊടുക്കാനുള്ള എമൗണ്ട് ഫുള്ള് കൊടുത്തു കഴിഞ്ഞല്ലോ. ബാലൻസ് ഉണ്ടെങ്കിലാണല്ലോ ക്ലോസിംഗ് ബാലൻസ് വരാറുള്ളത്. അപ്പോൾ ക്ലിയർ ആയല്ലോ?
അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലോൺ അക്കൗണ്ട് തയ്യാറാക്കേണ്ടത്. ഒന്നുകൂടെ ഓപ്പണിംഗ് ബാലൻസ് കാണിച്ചു, ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു, പേ ചെയ്തു, ടോട്ടൽ ഇവിടത്തേക്ക് ഇട്ടു, ബാലൻസ് ആ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്തു, അടുത്ത വർഷത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു, ടോട്ടൽ ഇട്ടു, പേ ചെയ്തു, ബാലൻസ് കണ്ടു. ഈ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്തു, വീണ്ടും ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു, പേ ചെയ്തു, രണ്ട് സൈഡും എന്തായി, ഈക്വലായി. അപ്പം നമ്മൾ പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന 4 ക്വസ്റ്റ്യനുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ റിട്ടയർമെൻറ്റ് വരെയുള്ള പ്രോഫിറ്റ് കണ്ടുപിടിക്കലും അതിൻ്റെ എൻട്രി എഴുതലും പഠിച്ചു. രണ്ടാമത് റിട്ടയർമെൻറ്റ് വരെയുള്ള റിട്ടയർ ചെയ്ത പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് സെറ്റിൽ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട എൻട്രി പാസ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. തേർഡ് ക്വസ്റ്റ്യനിൽ ഡെത്ത് സംഭവിച്ചിട്ടുള്ള പാർട്ട്ണറുടെ അക്കൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ അവകാശികൾക്ക് എത്ര പൈസയാണ് കൊടുക്കാനുള്ളതെന്നും അവർക്ക് ടോട്ടൽ എത്രയാണ് കൊടുക്കാനുള്ളതെന്നും നമ്മൾ കണ്ടെത്തി. ക്യാപിറ്റൽ അക്കൗണ്ട് പ്രകാരം എത്ര കൊടുക്കാനുണ്ടെന്ന് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രകാരം കണ്ടെത്തി. അതിൻ്റെ കൂടെ ലോണും ഇൻട്രസ്റ്റൊക്കെ കൂട്ടി ടോട്ടൽ ചെയ്തിട്ട് ടോട്ടൽ എത്ര പേ ചെയ്യാനുള്ളതെന്ന് കണ്ടെത്തി. ഏറ്റവും അവസാന ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് റിട്ടയർമെൻറ്റിലോ ഡെത്തിലോ അതേപോലെ തന്നെ പാർട്ട്നേഴ്സിൻ്റെ ലോൺ അക്കൗണ്ട് തയ്യാറാക്കാമെന്നും പരിചയപ്പെട്ടു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 4 ക്വസ്റ്റ്യനുകളാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ശ്രദ്ധപൂർവ്വം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ് നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്തായാലും ഇതിലെ ഫൈനൽ ക്വസ്റ്റ്യനുകൾ, റിവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എല്ലാം അഡ്മിഷന് തയ്യാറാക്കിയ പോലെ ഫൈനൽ സ്റ്റേജിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇത്തരത്തിലുള്ള 4 മാർക്കിനും 5 മാർക്കിനും മാത്രം മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 4 ക്വസ്റ്റ്യനുകളാണ് ഇന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ വീഡിയോയിലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത വീഡിയോകളിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഫൈനൽ ക്വസ്റ്റ്യന് കൂടി ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ ചാപ്റ്റർ നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മളെ സംബന്ധിച്ച് ഈ വർഷം ഒറ്റ ചാപ്റ്റർ കൂടിയാണ് പാർട്ണർഷിപ്പിൽ പാർട്ട് എയുടെ ഭാഗത്തായിട്ട് പഠിക്കാനുള്ളത്, ഡിസൊല്യൂഷൻ. എന്തായാലും അടുത്ത ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഏരിയയിലേക്കാണ്, ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എല്ലാ ആളുകളും കൃത്യമായി വീഡിയോ കാണണമെന്ന് പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.